സുഭാഷിതം. ആമോസിന്റെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. യഹോവ എന്നോട്, ആമോസേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന്, ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. അതിന് കർത്താവ്, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ആൻഡ് ദ ലോർഡ് സെഡ് ടു മീ, Amos, what do you see? And I said, a plumb line. Then the Lord said, Behold, I am setting a plumb line in the midst of my people Israel. I will not pass them any more. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ 3 ദർശനങ്ങൾ ആമോസിനെ ദൈവം കാണിക്കുന്നു. ഒന്നാമത്തത് വെട്ടുക്കിളിയുടെ ദർശനം, രണ്ടാമത്തത് തീയുടെ ദർശനം. നാം വായിച്ച വാക്യത്തിൽ ദൈവവും ആമോസും മൂന്നാമത്തെ ദർശനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അത് തൂക്കുകട്ടയുടെ ദർശനമാണ്. ഈ 3 ദർശനങ്ങളും ന്യായവിധിയെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ആദ്യത്തെ 2 ന്യായവിധികൾ, അതായത് വെട്ടുക്കിളിയും തീയും, ആമോസിന്റെ പക്ഷപാതത്താൽ ദൈവം നീക്കിക്കളയുന്നതായിട്ട് എഴുതിയിരിക്കുന്നു. ഇസ്രായേൽ നേരായ പാതയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു എന്നും തന്മൂലം ന്യായവിധി ഉണ്ടാകുമെന്നും തൂക്കുകട്ടയുടെ ദർശനം പറയുന്നു. മതിലിന്റെയും കെട്ടിടങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് തൂക്കുകട്ട. തൂക്കുകട്ട നേർരേഖയുടെ തുടർച്ചയായ അളവുകോലായിരിക്കും. ഒരു ഘടന കേന്ദ്രീകൃതമാണെന്ന് ഉറപ്പാക്കാനാണ് ഈ തൂക്കുകട്ട ഉപയോഗിക്കുന്നത്. തൂക്കുകട്ട ദൈവത്തിന്റെ നീതിയുടെ നിലവാരത്തിന്റെ പ്രതീകമാണ്. ദൈവം നൽകിയിരിക്കുന്ന യഥാർത്ഥ പാത. ദൈവം തന്റെ ജനത്തിന്റെ ധാർമ്മികവും ആത്മീയവുമായ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അതിനനുസരണമായ ന്യായവിധിയും ശിക്ഷയും നൽകുമെന്ന് സൂചിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 28:17 പറയുന്നത്, ഞാൻ ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകട്ടയുമാക്കി വയ്ക്കും. മനുഷ്യരാശിക്ക് ഒരിക്കലും തന്നെത്താൻ നീതീകരിക്കുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നാം നീതീകരിക്കപ്പെടുന്നത്. റോമർ 3:21 പറയുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. റോമർ 3:4 പറയുന്നു, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം മറ്റൊന്നല്ല, യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇങ്ങനെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരെയാണ് ദൈവം നീതീകരിക്കുന്നത്. നീതീകരിക്കുന്നവർക്ക് ന്യായവിധിയില്ല. പൗലോസ് അതിങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ ജനത്തെ അളക്കുവാൻ തൂക്കുകട്ടയുമായി വരുമ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ നിശ്ചയമായും നേർവഴിയിൽ തന്നെയായിരിക്കും. ആകയാൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയാം, ഹൃദയം കൊണ്ട് വിശ്വസിക്കാം, നീതീകരണം പ്രാപിക്കാം, ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടാം.
ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.